ഹായ് ഹായ്. ഇപ്പം എല്ലാവരും യു എയിലേക്ക് അല്ലെങ്കിൽ അബ്രോഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ നോക്കുന്നവരാണ്. അപ്പം നമ്മൾ പല വീഡിയോസും കാണുന്നുണ്ട് എവിടേക്കാണ് മൈഗ്രേറ്റ് ചെയ്യേണ്ടത്, എവിടേക്കാണ് പോസിബിലിറ്റി ഉള്ളത്, പിന്നെ എങ്ങനെയാണ് അത് പോകേണ്ടതെന്നുള്ളതെല്ലാം പറയുന്നുണ്ട് വീഡിയോസിൽ. പക്ഷേ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്താണ് ഇനീഷ്യലി ചെയ്യേണ്ടതെന്നുള്ളതൊന്നും നരേറ്റ് ചെയ്യുന്നില്ല. ഇപ്പം ഞാനിപ്പോൾ യു എയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഞാൻ ഇനീഷ്യലി ചെയ്യേണ്ട പ്രോസസ്സ്? ഓക്കെ, നിങ്ങളൊരു GCC കൺട്രീസിലേക്കാണ് മൈഗ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷനാണ്. ഓക്കെ, അത് നിങ്ങളൊരു GCC കൺട്രി ആണ് നോക്കുന്നതെങ്കിൽ അതായത് എംബസി അറ്റസ്റ്റേഷനാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ യു എയിലേക്കാണെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ് ഹോം കൺട്രിയിൽ നിന്നുള്ള യു എ എംബസി അറ്റസ്റ്റേഷനാണ് ചെയ്യേണ്ടത്. ഓക്കെ, അത് നിങ്ങൾ ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് പർപ്പസ് ആണെങ്കിലും ഹയർ എഡ്യൂക്കേഷൻ ആണെങ്കിലും നിങ്ങളുടെ ഫാമിലീനെ മൈഗ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിലും നിങ്ങൾ എഡ്യൂക്കേഷൻ ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ മാരേജ് സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ് എല്ലാം അതായത് എംബസിയിൽ അറ്റസ്റ്റേഷൻ ചെയ്യണം. ഓക്കെ, ഇതെങ്ങനെയാണ് ഇതിന്റെ ടൈം ഡ്യൂറേഷനും അതുപോലെ തന്നെ ഡിപ്പെൻസ് ഓൺ കൺട്രി ആണ്. ഓക്കെ, യു എയുടെ ഒരു പ്രോസസ്സിംഗ് ഡ്യൂറേഷൻ ആയിരിക്കില്ല വേറൊരു കൺട്രിയിലേക്ക് വരുന്നത്, അതായത് ഡിഫറൻസ് ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഇതാണ് ഇനീഷ്യലി സ്റ്റേജ്. എംബസി അറ്റസ്റ്റേഷൻ ആണ് നമ്മൾ ഇനീഷ്യലായിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ആർക്കൊക്കെ ചെയ്യേണ്ടത്? ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഇപ്പം ഹയർ എഡ്യൂക്കേഷൻ ആണെങ്കിലും എംപ്ലോയ്മെന്റ് പർപ്പസിന് പോകുന്നവർക്കാണെങ്കിലും വിസിറ്റിംഗ് വിസയ്ക്ക് പോയിട്ട് അവിടെ ജോബ് സീക്കിങ്ങിന് പോകുന്നവർക്കാണെങ്കിലും ഈ ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇതെങ്ങനെയാണ് ഇതിന്റെ എല്ലാ ഡോക്യുമെന്റ്സും ഇപ്പൊ ഇന്ത്യയിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സും നമ്മൾ എംബസി അറ്റസ്റ്റ് ചെയ്യാൻ പറ്റുമോ? യെസ്, ഞങ്ങളുടെ ഇന്ത്യയിൽ ഇഷ്യൂഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എംബസി അറ്റസ്റ്റേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ ഇഷ്യൂ ചെയ്യാത്തത് നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഇന്ത്യയിൽ ഇഷ്യൂ ചെയ്തായിരിക്കണം, മാൻഡേറ്ററി ആണ്. നമ്മളിപ്പോൾ ലീവ്സ് ഇന്റർനാഷണൽ സർവീസ് ചെയ്യുന്നത് ഇന്ത്യൻ ഇഷ്യൂഡ് സർട്ടിഫിക്കറ്റ്സും അതുപോലെ തന്നെ യു എ ഇഷ്യൂഡ് ഡോക്യുമെന്റ്സും ആണ് നമ്മൾ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ചെയ്യുന്നത്. ഓക്കെ, ലീവ്സ് ഇന്റർനാഷണൽ എല്ലാ കൺട്രിയുടെ എംബസി അറ്റസ്റ്റേഷൻ ചെയ്യുന്നുണ്ടോ? യെസ്, നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസും ചെയ്യുന്നുണ്ട്. യു എ, ബഹ്റൈൻ, ഖത്തർ, കുവൈറ്റ്, അങ്ങനെ GCC കൺട്രീസ് ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ അറ്റസ്റ്റേഷൻ ചെയ്യുമ്പോൾ, എംബസി അറ്റസ്റ്റേഷൻ ചെയ്യുമ്പോൾ യൂഷ്വലി നമ്മൾ ഒറിജിനൽസിലല്ലേ അറ്റസ്റ്റ് ചെയ്യേണ്ടത്, ഒറിജിനൽ ഡോക്യുമെന്റിൽ? അത് നമുക്ക് ഡിപ്പെൻസ് ആണ്. അതായത് എഡ്യൂക്കേഷൻ ഡോക്യുമെന്റ്സ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഒറിജിനൽസ് ഹാൻഡ് ഓവർ ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. ഓക്കെ, മറിച്ച് നിങ്ങളുടെ നോൺ എഡ്യൂക്കേഷൻ ഡോക്യുമെന്റ്സ്, അതായത് മാരേജ് സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ്സ്, ഇതെല്ലാം നിങ്ങൾ കോപ്പി ഫോർവേഡ് ആക്കിയാൽ മതി. നമ്മൾ കോപ്പിയിൽ എംബസി അറ്റസ്റ്റേഷൻ ചെയ്ത് ഹാർഡ് കോപ്പി ക്ലയന്റിന് ഫോർവേഡ് ചെയ്യും. നമുക്കിപ്പോൾ എഡ്യൂക്കേഷൻ ആണെങ്കിൽ നമുക്ക് ഒറിജിനൽസ് ആണ് വേണ്ടത്, ബട്ട് അത് നമ്മൾ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫേമാണ്. സോ ഓൾമോസ്റ്റ് എല്ലാ എംബസി അറ്റസ്റ്റേഷനും നമ്മൾ സിറ്റുവേറ്റ് ചെയ്യുന്നത് ഡൽഹിയിൽ നിന്നാണ്. ഇന്ത്യയിലാണെങ്കിൽ അത് ഡൽഹിയിൽ നിന്നാണ്. സോ നമുക്ക് ഓൾറെഡി ഡൽഹിയിൽ ബ്രാഞ്ച് വരുന്നുണ്ട്. സോ നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം നമ്മുടെ തന്നെ സ്റ്റാഫാണ് ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മളൊരു തേർഡ് പാർട്ടിയിലേക്ക് പോകുന്നില്ല, നമ്മൾ തന്നെയാണ് ഡയറക്റ്റ് എംബസിയിൽ സബ്മിറ്റ് ചെയ്യുന്നതും കളക്ട് ചെയ്യുന്നതും. അതുപോലെ തന്നെ നമുക്ക് ക്ലയൻസിൻ്റെ അടുത്ത് നിന്ന് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് അപ്പ് സർവീസസും നമ്മൾ അഷ്യൂർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫൈൻ. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇന്ത്യയിൽ മാത്രമാണോ നിങ്ങൾക്ക് ഓഫീസസ് വരുന്നത്? നമുക്ക് ഇന്ത്യയിലുണ്ട്, അതുപോലെ തന്നെ യു എയിൽ നമുക്ക് ബ്രാഞ്ച് ഉണ്ട്. ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് കേരള, തമിഴ്നാട്, മുംബൈ, ഡൽഹിയിൽ ബ്രാഞ്ചസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഒറിജിനൽ ഡോക്യുമെന്റ് സേഫ് ആയിട്ടാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, ഇത് എത്ര ഫാസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ എംബസി അറ്റസ്റ്റേഷൻ ചെയ്ത് കൊടുക്കുന്നത്? കമ്പാരിറ്റീവ്ലി നമ്മൾ ഷോർട്ട് ടൈം പീരീഡിലാണ് നമ്മുടെ എല്ലാ എംബസി അറ്റസ്റ്റേഷനും ചെയ്യുന്നത്. അതുപോലെ തന്നെ അഫോർഡബിൾ പ്രൈസസ് ആണ് നമ്മുടെ റേറ്റ്സ് എന്ന് പറയുന്നത് അഫോർഡബിൾ ആണ്. ഓക്കെ, അപ്പം ഇത് എത്രയും ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ അത് അവിടുന്ന് ചെയ്തു കൊടുക്കുന്നതാണ്. യെസ്.